ഹലോ ഫ്രണ്ട്സ്, ഇതിവിടെ കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുയ്യം കൃഷിപ്പാടമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കർഷകർ തന്നെ വിപണനം നടത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാത്തതിനാൽ കർഷകർ നല്ല രീതിയിൽ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം. നമുക്കിവിടെയുള്ള ഒരു കർഷകനെ പരിചയപ്പെടാം. പേര് ലക്ഷ്മണൻ. നമ്മൾ കുറെ കൊല്ലമായി ഇങ്ങനെ പച്ചക്കറി ആയിട്ട് നടുന്നു. സ്വന്തം ആവശ്യത്തിന് കുറെ നമ്മൾ എടുക്കും, ബാക്കി നമ്മൾ കുറെ വിൽക്കും. നമ്മൾ ഇതന്നെ ഇപ്പോഴത്തെ തൊഴിൽ പച്ചക്കറി തന്നെ മെയിനായിട്ട്. കാരണം ചീര എത്ര ദിവസം കൊണ്ട് വിളവെടുക്കാൻ ഇത് ഒരു മാസം 1.5 മാസം വേണ്ട. ഒരു മാസം നല്ല വളമിട്ട് ഒറ്റ മാസമേ വേണ്ടു വിളയെടുക്കാം. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ കായ് അരി കെട്ടിപ്പോവും. പിന്നെ പറ്റൂല. ഈ നമ്മളെ ഈ കുമ്പളത്തിന്റെ അടുക്കായിട്ടിന് വിളവന്റെ നിറയെന്ന് പറയും. ചീര പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് രുചി പോയി. കഴിഞ്ഞ് മൂത്താ പിന്നെ പോയി. ചള്ളിൽ പൊരിക്കണം. ഇതന്നെ കുറച്ച് വളർന്ന് ഇതായി പോയി. പൊരിക്കാൻ സമയമില്ലാതെ കൊണ്ട് ഇത് കോഴിവളം ഇടും. കോഴിവളം ആദ്യം നല്ല ഒരുക്കിയിട്ട് കോഴിവളം ഇടും. അത് അതിന് മേലെ വിത്ത് പേറും. എന്നിട്ട് വെള്ളം ഒഴിക്കും. പിന്നെ 1-2 ആഴ്ച കഴിയുമ്പോൾ കുറേശ്ശെ ഇംഗ്ലീഷ് വെള്ളം പേറും. അതന്നെ പൊട്ടിച്ച് വെക്കില്ല. ഇത് പൊട്ടിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുപോയി വാടിപ്പോവും. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നനച്ചോടെ കുറെ ഉണങ്ങാണ്ട് നിൽക്കും. ഒറ്റ തവണ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കൃഷിയുണ്ട്, കുമ്പളം ഇടവളിയായിട്ട് ഇത് നടക്കുന്നത്. അത് അന്നേരം മെയിനായിട്ട് വിൽക്കൽ ഈ റോഡ് മുൻ തന്നെ. അത് ഞങ്ങൾ തന്നെ വിൽക്കുക. അതായത് മൊത്തം പോലെ നമ്മളെ പാടശേഖരം അവരതിന്റെ വില ഇട്ട് വരും. ആ പൈസക്ക് നമ്മൾ എല്ലാവരും ഒരേ ഇതിൽ കൊടുത്തോളുക. അതാണ് 3 മാസം ഉണ്ടാവും. അതിന്റെ ഇപ്പൊ ഇതിന് മഴയായോണ്ടാ നേരം പെയ്തത്. അല്ല ഇതിൽ മറ്റേ ആവുക ലാഭം നല്ല പൈസ കിട്ടുന്നുണ്ട്. അത് നല്ലോണം പണിയെടുക്കണം. അധ്വാനം പണിയാണ്. വർഷത്തിൽ നമ്മൾ എന്തെങ്കിലും പണിക്ക് പോകും, നാടൻ പണിക്ക് പോകും. ഇത് കഴിഞ്ഞാലും അതേ കിണർ പണി ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ അതിന് ഇതിവിടെ കോട്ടോപ്പയറിന്റെ കൃഷിയാണ്. ഇതാ ഒരു തടമാണ് ഈ കാണുന്നത്. ഒരു നടുക്ക് ഇങ്ങനെ ഇതിന്റെ ഏറ്റവും നടുക്ക് ഇടവളിയായിട്ട് നടുക്ക് വത്തക്ക കൃഷി. അപ്പോൾ അതിന് ചുറ്റിലുമായിട്ടാണ് ഈ കോട്ടോപ്പയർ ഉള്ളത്. നമ്മുടെ മുയ്യം പാടശേഖരത്തിലെ മറ്റൊരു കർഷകരെ നമുക്ക് പരിചയപ്പെടാം. പേരായിഷു. കുറെ കാലം ഞാൻ പല പണിക്കും പോയതാണ്. വാർപ്പ് പിന്നെ ഇങ്ങനെ പണിയിൽ ആദ്യം പോയി. ഇപ്പം 20 വർഷമായി ഞാൻ ഈ പച്ചക്കറിയിൽ ഇറങ്ങി വന്നിട്ട്. എന്താ വെച്ചാൽ മഴക്കാലത്ത് തന്നെ ഇപ്പം സൊസൈറ്റിക്ക് കൊടുത്തു. ഇവിടെ സൊസൈറ്റി തന്നെ വരും, എന്നിട്ട് സൊസൈറ്റി കൊണ്ടുപോകും. ലാഭം തന്നെ. കൃഷിക്ക് വലിയ ലാഭം നെല്ലിന് കിട്ടുന്നില്ല. എന്താ കാരണം വെച്ചാല് നമ്മൾക്കിപ്പോ അത്താന്ന് പറഞ്ഞിട്ട് അവര് നടാൻ വരുന്നില്ല ആരും. പിന്നെ അവരിപ്പോ പുറത്തുനിന്ന് ആൾ കൊണ്ടു നടുമ്പോ അവർക്ക് കൊടുക്കണം. പിന്നെ മൂരുന്നത് നമ്മൾ മൂരുന്നില്ല, നിക്ഷേപം ഒന്ന് മൂരുന്നു. അതുകൊണ്ട് നെല്ലിന് വലിയ ഒരു ലാഭം പോരാ. എന്നാലും കഴിഞ്ഞാലും ഒരു 10-300-3000 ഉറുപ്പികളും കിട്ടി. എനിക്കെല്ലാം അതൊന്നും കിട്ടൂല. പച്ചക്കറിക്ക് നല്ല തന്നെയാണ്. പച്ചക്കറിക്ക് അല്ല, ഞാൻ കക്കിരിയിൽ നട്ടിട്ട് മോശമായി. പിന്നെ ഹൈബ്രേന്റെ വിത്ത് മേടിച്ചിട്ട് കൊണ്ട് നട്ടിട്ട് ഒന്നും നേരാൻ പിന്നെ പൊടിച്ചിട്ടാണ്. പിന്നെ ഞാനിപ്പോ നാടൻ വിത്തേ നടുന്നില്ലോ. ഹൈബ്രേഡിന് പൈസ കൊടുത്തിട്ട് നട്ടിട്ട് കാര്യമില്ല. ഹൈബ്രേഡിന്റെ വിത്തിന് ചില വിട്ടു. നാടൻ വിത്തിന്റെ മത്തം വേണം മക്കൾക്ക് കൊടുക്കാനിട്ട് അങ്ങനെ മേടിക്കാനും വരുവാള്. നാടൻ വിത്ത് ഞാൻ മുമ്പേ നട്ടോണ്ട് വരുന്നതന്നെ. ഞാൻ പറഞ്ഞ ഇപ്പം 10-12 കൊല്ലം ഇങ്ങനെ നട്ടു തുടങ്ങി. അന്നേരം ഇല്ല വിത്ത് എടുത്ത് വെച്ചിട്ട് ചീര വിത്ത് കഴിഞ്ഞാലും പൈസ കൊടുത്തിട്ട് വേറെ കളറില്ലാഞ്ഞിട്ട് മുറിച്ച് നടലില്ല. ഇങ്ങനെ പായിട്ട് പൊടിപ്പിക്കും. അതെന്നുവെച്ചാൽ ഒരു പ്രാവശ്യം പൊടിക്കാതെ കൊണ്ടാ രണ്ടാമത് ആദ്യം കൊണ്ടിട്ട് ഇത് ഇത്ര മേരടായി ഇത്ര മേരന്റെ ഉണ്ടാവില്ല. എന്നാലും മോശമൊന്നും വരില്ല. ഒരു ഇങ്ങനെ ഒരു കള ഓടിയാല് 10-30 കെട്ട് 40 കെട്ടോളം കിട്ടും. കൃഷി ചെയ്യുന്നത് ചീര തന്നെ. അതിൽ തന്നെ കിട്ടുന്നു. മറ്റേതിലൊന്നും അങ്ങനെ കിട്ടൂല. കൃഷി 30 ദിവസം കൊണ്ട് 30 ഇതിപ്പം ഒരു മാസത്തിൽ ജാസ്തിയായി പോയി. മുറിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ മുറിച്ചിട്ട് കാര്യമില്ല. മുറിക്കൂല. പിന്നെ മുറിച്ചു കഴിഞ്ഞാല് കുറച്ച് സമയം കഴിയുമ്പോൾ ബാടി പോകൂലേ നമ്മൾ റോഡുമ്പോ കൊണ്ടുവച്ചാല്. പിന്നെ അന്നേരം ആള് പാടുമ്പോ പുതിയത് കൊണ്ടുവക്കുന്നതിന് ആള് ഞാനും കൊണ്ടുവച്ച് കഴിയുമ്പോൾ മറ്റേ വണ്ടി ആടി നിൽക്കും. ആ കൊണ്ടുവന്നെടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ കൊണ്ടുവന്നിട്ടില്ലേ. പിന്നെ അവർ പറഞ്ഞ പൈസ അവരൊന്നുമില്ല. വണ്ടിയിൽ നിന്നാല് 2 കെട്ട് ചീര കൊണ്ടാണ്. ഇത് മോശമാണോ മോശം എങ്ങനത്തെ കട്ടാന്നോ ഒന്നും നോക്കൂല. പൈസ ചീരം പിന്നെ കക്കിരി ഉണ്ട്, വെള്ളരി ഉണ്ട്, മത്തനുണ്ട്, ഇളവനുണ്ട്. ഇങ്ങനെല്ലാം തന്നെ. വളം പിന്നെ കോഴിവളം പിന്നെ ആലവളവും കൂടെ കൂട്ടിപ്പെരക്കിട്ട് ഇടും. പിന്നെ കായ്വളം ഇങ്ങനെ 2-3 പ്രാവശ്യം ഇടണല്ല. അങ്ങനെ ഒരിക്കൽ നടുമ്പ് വിട്ടു. പിന്നെ കൈവളം കൊടുക്കുമ്പോ വിട്ടു. ഇപ്പൊ തടവിടുമ്പോ വിട്ടു.
ചീരക്ക് പിന്നെ ഒരിക്കൽ വളം പാറ്റി കോഴി വളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പണിയില്ല, ഒന്നും എടുക്കണ്ട, വെള്ളം വാങ്ങിച്ച അതിന് നല്ല പോലെ. ഇത് ചെറിയ പ്രായത്തിൽ അതിന് വെള്ളം വേണ്ട, വലുതാകുമ്പോൾ ഇതിന് വെള്ളേ വേണ്ട. അന്നേരം ഇതിന് ചീരക്ക് പണിയേ ഇല്ല. ചീര തന്നെ ഞങ്ങൾ ആടെ ഇപ്പം എങ്ങനെയാലും ഒരു ദിവസം ഞങ്ങൾ 4-5 പെണ്ണുങ്ങളോട് 10-200 കെട്ടാർ കൊണ്ടുവെക്കും. സഹായിക്കുന്നു മോളാന്ന് ഇപ്പൊ സഹായിക്കുന്നു. മറ്റേ ഈ കുണ്ടിലായതുകൊണ്ട് മറ്റേ കനാലിലെ വെള്ളമാണ്. ഇനി ആടെ നടുന്നത് അത് കനാലിലെ വെള്ളത്തിൽ തന്നെ നടുക. അല്ല അന്ന് കനാലും ചാല് വയ്യ വെച്ചിട്ട് നമ്മൾ കുണ്ടി പോയിക്കും. അതാ സ്ഥലത്ത് ചാട്ട മുക്കി വയ്ക്കും. അതന്നെ ഇപ്പൊ കൃഷിയിലെന്ന് പറഞ്ഞേ. ഇതോട് ഞാൻ 25 വർഷമായി തുടങ്ങിയിട്ട്. പ്രധാനമായിട്ട് ഇപ്പം വെള്ളരി, കക്കിരി, പയര്, താലോലി, വണ്ടിയുണ്ട്, മത്തൻ, പിന്നെ ചീര, ഇളവൻ എല്ലാം. എനിക്ക് 1-1.25 ഏക്കർ ഉണ്ട്. ഞാൻ നടുവിലെ താമസം. ഇവിടെ രാവിലെ ഒന്ന് കൃഷി ചെയ്യും. ഇവിടുന്ന് 25 കിലോമീറ്റർ 28 കിലോമീറ്റർ. ഞാനിവിടെ സ്വന്തം വീട് ഇവിടെയാണ്. ഇവിടുന്ന് കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയതുകൊണ്ട് അവിടെ താമസം. ഇവിടെ ഇപ്പൊ രാവിലെ ഒന്ന് കൃഷി ചെയ്യുന്നു. നടുവ് ഇത് കഴിഞ്ഞ് രാവിലെ മഴക്കാല കൃഷി പറയുന്നുണ്ട്. മഴക്കാലം ഇവിടെ നെൽകൃഷി മഴക്കാലം. ഇതെല്ലാം പാട്ടത്തിനെടുക്കുന്നത്. 1.5 ഏക്കറും പാട്ടത്തിനെടുക്കും. മുതല ഇങ്ങനെ മോശമല്ല ഇങ്ങനെ പോകുന്നു. നമുക്ക് ഇവിടുത്തെ മുയ്യം കാർഷിക തോട്ടത്തിലെ മറ്റൊരു കർഷകനെ കൂടി പങ്കെടുക്കാം, പരിചയപ്പെടാം. നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ കൃഷി തുടങ്ങുന്നു? ഒരു 10-40 കൊല്ലത്തിന് അടുക്കെ ആയിട്ടുണ്ടാവും. അന്നേരെ നമുക്ക് ഇവിടെ തന്നെ സ്വന്തം വീടല്ലോ? സ്വന്തം വീട് തന്നെ. നമുക്ക് കണ്ടം വേറെ ആളോട് മേടിച്ചിട്ട് നടും. നമുക്ക് കണ്ടം കുറിച്ച് അതൊന്നുമില്ല. വേറെ ആളോ വാടക മേടിച്ചിട്ട് പാട്ടത്തിന് മേടിച്ചിട്ട് കൃഷി അന്നേരമെല്ലാം ചെയ്യലുണ്ട്. എല്ലാ പച്ചക്കറിയും പന്തലിന്റെ പണി എല്ലാം എടുക്കലുണ്ട്. ഇപ്പൊ പയറ്, മത്തൻ, വെള്ളരി, കക്കരി, ചീര, പറങ്കി. ഇങ്ങനെ വളപ്രയോഗം എങ്ങനെയാണ്? നിലൊരിക്കല് പറയാം. ആദ്യം വളമിടുന്നത് എങ്ങനെയാണ്? ആദ്യം ആല വളമിടും. അതിന്റെ മേലെ ചീരക്ക് മറ്റേ വളമിടും, ഇംഗ്ലീഷ് വളം. മറ്റേ അതെല്ലാം പിന്നെ നട്ടിട്ട് കൈവളം കൊടുക്കുമ്പോ ഇടും. വെള്ളരി, കക്കരി, പയറ്, പറങ്കി. ലാഭം നമുക്ക് ജീവിക്കില്ല. അങ്ങനെ ചിലപ്പോ തേച്ച് ഉണങ്ങിയിട്ട് തീരും, ചിലപ്പോ നല്ലത്. ഇപ്പൊ ഇത് കൈവളം കൊടുത്ത് കുറച്ച് കഴിയുമ്പോ എന്നാ വലിയൊരു മഴ 2 ദിവസം ഒരേ വെയിൽ ഒന്നും കിട്ടുമായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് ഇതായിട്ടുണ്ട്. വിക്കല് ഇപ്പൊ ഇവിടെ തന്നെ കൊടുക്കല്. റോഡ് സൈഡിൽ ഇപ്പൊ 2 കൊല്ലായിട്ട്. മറ്റു തലപ്പം കൊണ്ടുപോയി അന്നേരം വില കിട്ടൂല. അന്നേരം വില ഉണ്ടാവില്ല. നമ്മൾ അവർ പറയുന്ന പൈസ തലപ്പുറം കൊണ്ടുപോയിട്ട് എത്ര തരുന്ന അതവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ തരുന്നത് മേടിച്ചു വന്നോളൂ. നിങ്ങൾക്ക് നല്ല വില കിട്ടും. എന്റെ പേര് കൃഷ്ണൻ. കുറെ കാലമായിട്ടോ തുടങ്ങിയിട്ട്? നമ്മള് ചെറുപ്പം മുതലേ ആദ്യം ഞാന്തര വഴിയായിരുന്നു ഈ ഭാഗത്തെല്ലാം. ഇപ്പം പോയിട്ട് ഇപ്പം മറ്റേ പച്ചക്കറി ആയി. നേന്ത്രവാഴ ഈ സമയത്ത് ഇപ്പം കുറച്ച് മുന്നേ നമ്മൾ നടലുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിന്റെ പച്ചക്കറി നെല്ലിടും. ഇത് പച്ചക്കറി കഴിഞ്ഞാൽ നെല്ലിടും. മഴക്കാലത്ത് നെല്ല് മെയിനായിട്ട് പച്ചക്കറി ഏറ്റവും കൂടുതൽ കൃഷി ഇപ്പം കക്കിരി, വെള്ളരി, മത്തൻ, കുമ്പളം, ചീരയോ? ചീരയുണ്ട്. ചീര ഫസ്റ്റിലിടും. ആദ്യം ചീരയിടും. പറിച്ച് ഒഴിവായത്. അത് എത്ര വട്ടം വളം കൊടുക്കും ചീര? നമ്മള് പൊരിച്ചെടുക്കാം. അങ്ങനെ തടാകിരി അതിൽ പാവുക. ഒരു പ്രായം വരുമ്പോ പൊരിച്ചെടുക്കും. നേരോടെ പൊരിച്ചു. എത്ര ദിവസം കൊണ്ടാവും? ഒരു മാസം കൊണ്ട് കഴിയണം. കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ള കുത്തു വരും ഇവിടെ. അതുകൊണ്ട് ഒറ്റ തവണ കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ചീര കിട്ടൂല. കിട്ടും. അത് വൈക്കുമ്പോ അങ്ങനെ പോയിക്കോളും. വെള്ളം ആറുന്നതിനനുസരിച്ച്. നമ്മള് മുയ്യം പാടശേഖരത്തിലെ മറ്റൊരു കർഷകയെ കൂടി പരിചയപ്പെടാം. നാരായണി. എത്ര വർഷം ഇടുക കൃഷി? സ്വന്തം വീട് എടുത്തന്നെ? സ്കൂളിനപ്പുറം. കുറെ വർഷമായി ഇടുക? ഒരു 32 കൊല്ലത്തില് അധികമായി പച്ചക്കറി നടാൻ തുടങ്ങി. ഇപ്പൊ ഏതാ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? ഇപ്പം പിന്നെ മത്തൻ, പടവളം,
കയ്പ, താലൂരി, വെണ്ട, ചീര കൂടുതലിടുക. കൂടുതൽ ചീര ഇടുക. അത് കുറേ തവണ ഇടോ? ഓ. ഒരിക്കൽ വിളവെടുത്തിട്ട് വീണ്ടും ശരിയാക്കും. പിന്നെ ഞാൻ ഇതിന്റെ ചാലില് വെണ്ടച്ചാലിലും പറങ്കര ചാലിലെല്ലാം ഒരു വളയെടുത്തു. പിന്നെ അതിന് വളം ഇടുന്നതിന് ഏതായാലും അതിന് വളം ഇടണല്ലോ. അന്നേരം ഇത് കൂട്ടത്തിൽ വളരും. ഇടവളിയായിട്ട് എടുക്കും. വിൽപ്പന ഏകദേശം 2-3 കൊല്ലം ഇവിടെ ഞാനും വെച്ച് വെക്കലുണ്ട്. പിന്നെ ഇവിടെ വരുന്നാക്ക് അതിലൊരു 30 ഉറുപ്പ്യ കുറവ്. ഒരു കെട്ട് ചീരക്ക് 30 ഉറുപ്പ്യ വെക്കണം. ഇപ്പൊ 40 ഉണ്ട്. നല്ല ഇതെല്ലാം കൃഷി നല്ല എല്ലാവരും ഇതായാല് 30 ഉറുപ്പ്യ തോതിൽ കൊടുക്കും. ഞാനത് 20 ഉറുപ്പ്യ തോതിൽ വന്നിട്ട് അതിപ്പോ 2 കൊല്ലം ചെയ്യലില്ല. കാലിന് സുഖമില്ല, നടുവിന് സുഖമില്ല. അതുകൊണ്ട് കുറച്ച് കൊണ്ട് മുയ്യം പാടശേഖരത്തിലെ അടുത്തൊരു കർഷകയെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പേര് പറയാം. റഷീദ. കുറെ കാലമായോ? നമ്മള് 5-6 കൊല്ലായി. 6 കൊല്ലായി ഇവിടെ തുടങ്ങിയിട്ട്. അപ്പുറം കുറയായി തുടങ്ങിയിട്ട്. അപ്പുറത്തെ വയലില്. ഈ വയലിൽ തന്നെ അങ്ങനത്തെ ആൾക്കോട്ട് ആടെ ഇതിപ്പം തുടങ്ങിയതാണ്. രണ്ടാമത്തല്ല ഈ പ്രാവശ്യം തന്നെ. അത് ആടെ തടയിലിട്ട് ആയില്ല, തീരെ പറിച്ചത്. മറ്റു വെള്ളരിയും കക്കിരി അതൊന്നും ആയില്ല. ഇങ്ങനെ മുടി ഇങ്ങനെ വീഴുന്നത്ര. വെള്ളരിക്ക നിലവിരിക്കലെന്ന് വെച്ചാൽ ആദ്യം തടമെടുത്തിട്ട് അതിൽ കുമ്മായ ഇട്ടിട്ട് ഒരാഴ്ച കുളിക്കാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്തുള്ളിടും. വളം ചേർക്കലെന്ന് വെച്ചാൽ നടുമ്പം കുറച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 ചപ്പ് വന്നിട്ടാകുമ്പാന്ന് കൈവളം കൊടുക്കുക. ആദ്യം കുമ്മായ ഇട്ടിട്ട് പിന്നെ ജൈവവളം ഇടും. കോഴിവളം. പിന്നെ 3 ചപ്പ് വന്നിട്ടാകുമ്പം കൈവളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറെ 3-4 ചപ്പ് വന്ന് ഒരു വക പടക്കാനാകുമ്പം തടവിടും. പിന്നെ വളം ഇടും. ആദ്യം ഇത് ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ വയ്യ തടയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് പരിപാടി. ഇപ്പൊ അത് ഇവിടെ കുറെ 2 കൊല്ലമായിട്ട് ഇവിടെ ഭയങ്കര ഉണക്കാണ്. അതുകൊണ്ട് 2 കൊല്ലമായി ഒന്നും ഇവിടെ പച്ചക്കറി കുറച്ച് കുറവാണ്. ആദ്യം നട്ടത് നല്ല പച്ചക്കറി കിട്ടിയതാണ്. വെള്ളം കനാല് വെള്ളമാക്കിട്ട് ചാല് ഒഴിച്ചിട്ട് കിണറാടിയുണ്ട്. നമ്മളിവിടെ വയലിൽ കൊണ്ടുപോയിക്കോയിരുന്നു. അല്ല കനാലിന് അങ്ങനെ പൈപ്പിട്ട് ആടുന്നു ചാല് വലിക്കും. ആണിച്ചാല് വലിച്ചിട്ട് കുണ്ടിലേക്ക് വെള്ളം ആടുന്ന് കോരി വയ്ക്കണം. ലാഭം കിട്ടാത്തൊന്നുമില്ല. അത്യാവശ്യം കിട്ടും. നമ്മളെ പണിക്കൂലെല്ലാം എന്തായാലും കിട്ടും. നമ്മളെ പിന്നെ പച്ചക്കറി അല്ലല്ല പാട്ടത്തിന്. ഇവര് പൈസ വാങ്ങലില്ല. പിന്നെ നെല്ല് നാട്ടിലുണ്ട്. നെല്ല് കൊടുക്കും. പച്ചക്കറി നെല്ല് കൊടുക്കും. പച്ചക്കറി അവര് നടുന്നോണ്ട് ഇവർക്ക് പച്ചക്കറി വേണ്ടാന്നുകൊണ്ട് ഇവർക്ക് പച്ചക്കറി കൊടുക്കലില്ല. അപ്പുറം പച്ചക്കറി ഒന്നും കൊടുക്കലുണ്ട്. വേറെ ഒക്കെ ഇവിടെ മുയ്യം പാടശേഖരത്തിന്റെ നടുക്ക് ഒരു കോട്ടമുണ്ട്, ഒരു ദേവസ്ഥാനം. ഹരിജൻ കോട്ടെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊരു ശക്തിയുള്ളതായിട്ട് ഇവർ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ പ്രവർത്തനത്തിലാണ് ഇവർ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി കുറേ കഴിഞ്ഞാൽ ഇവിടെ ഒരു 1-2 വർഷത്തിനിടയ്ക്ക് തന്നെ ഇവിടെ ഒരു തെയ്യം കഴിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വയൽത്തിറ എന്ന് പറയുന്ന ഒരു വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു കാഴ്ചയും നമുക്കിവിടെ കാണാം. കാരണം ഇവിടെ പണ്ട് തന്നെ ഒരു ആരാധനാലയം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വലിയ വൃക്ഷം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഈ പറയുന്ന വയലിൻ്റെ നടുക്ക് ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു വൃക്ഷമുള്ളൂ. അതുകൊണ്ട് വളരെ പഴയ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു ആരാധന കേന്ദ്രം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളൊരു മുയ്യം പാടശേഖരത്തിൽ നമ്മുടെ ടാസ്ക് ഫോഴ്സിന്റെ ടീം വന്നിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഞങ്ങള് കണ്ണൂര് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തകരാണ്. ഇന്ന് ഞങ്ങൾ ഈ മുയ്യം വയലിൽ എത്തിയത്. മുയ്യം വയലില് കർഷകരുടെ പെരുമയുണ്ട്. വിപണന ശ്രമത്തിൽ അവർ കേരളത്തിനും ഇന്ത്യക്കും മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതി. അവർ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സാധനം അവർ തന്നെ റോഡ് അരികിൽ വന്ന് ആവശ്യക്കാർക്കെല്ലാം അവർ നിശ്ചയിക്കുന്ന വിലക്ക് നൽകുന്നതല്ല, കർഷകന് വില കിട്ടുന്ന, എന്നാൽ കർഷകനും നാട്ടുകാർക്കും എല്ലാം സുരക്ഷിതമായ നല്ല സാധനങ്ങൾ കിട്ടുന്ന, നല്ല പച്ചക്കറി കിട്ടുന്ന ഒരു സംവിധാനം ഈ പ്രദേശത്തെ നാട്ടുകാർ വികസിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിനെ അഭിനന്ദിക്കാനും അതിൻ്റെ പുതിയ തുടർ പ്രവർത്തനങ്ങളിലേക്ക് ഈ നാട്ടിനെ നയിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ്
സ്റ്റാഫ് കോഴ്സിന്റെ ടീം ഇന്നൊരു കർഷക സദസ്സ് എന്നൊരു ചെറിയ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഞങ്ങളിപ്പോ കർഷകരെ കാണാൻ വേണ്ടി വയലിലേക്ക് കടക്കുകയാണ്. ഇവിടെ വഴിയോരത്ത് 2 കർഷകരുണ്ട്, നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. എന്റെ പേര് ജാനകിയാണ്. ഞാൻ കാലാകാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന 10-35 കൊല്ലം വരെ കൃഷി ചെയ്യുന്നു. നെൽകൃഷിയുണ്ട്, പച്ചക്കറിയുണ്ട്, സ്വന്തമായിട്ട് കുറച്ച് 5 സെന്റ് ഭൂമിയുണ്ട്. ഏറ്റവും കൂടുതൽ എന്നാ കൃഷി ചെയ്യുന്നത്? കൃഷി ചീര, മത്തൻ, വെള്ളരി, കക്കിരി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 7000 ഉറുപ്പ്യ ചെലവിട്ട് ട്രാക്ടർ കൂട്ടിയിട്ട് മുണ്ടോനിട്ടിട്ട് ഒറ്റപ്പൊടി മോരാൻ കിട്ടിയിട്ട. എല്ലാം വെള്ളം കയറി. പിന്നെ കാലവർഷം അത് ഇടമഴ പെയ്യുന്നോണ്ടേ മഴയും വരും, പന്നിയും പറ്റും. എന്റെ പേര് ശാന്ത. ഞാൻ ഈ പ്രാവശ്യം നട്ടിട്ടില്ല, കഴിഞ്ഞാലും വരെ നട്ടിന്. ഈ പ്രാവശ്യം നട്ടു. ഞങ്ങൾക്ക് അങ്ങ് വയല് ദൂരെയാണ്. എന്റെ വയലിലേക്ക് ഇവിടെ നടന്നു. ഞാൻ പറഞ്ഞ എപ്പോ ഇവിടെ വരും. നമ്മള് ഞാനിവിടെ എപ്പം വരും. ഇവരടക്ക് വെള്ളത്തിന് വരും. പച്ചക്കറിയുടെ ഉപ്പില് ഇവിടെ തന്നെ ആ വേഗം ചെലവാകും. പുരുഷോട്ടന് അവിടെ കൊടുക്കും, നമ്മൾ ഇവിടുന്ന് കൊടുക്കും. പുരുഷോട്ടന് അവിടെ കൊടുക്കും, നമ്മൾ. പിന്നെ ലാഭമുണ്ട്, നല്ല ലാഭമുണ്ട്. വീടിന് കൊടുക്കുന്നോണ്ട് നല്ല ലാഭമുണ്ട്. പക്ഷെ നമുക്ക് ടൗണിൽ പോയാലേ 30 ഉറുപ്പ്യയുടെ സാധനത്തിന് 10 ഉറുപ്പ്യ ആടുന്നുണ്ട്. നമുക്ക് വണ്ടിക്ക് കയറ്റി കൊടുത്ത് അതെല്ലാം ചെലവിട്ടതിന്റെ ഇരട്ടി കിട്ടും. ഇപ്പം കിട്ടും. ഈ സ്ഥലത്തുനിന്ന് കൊടുക്കുന്നുണ്ട്, നല്ല ലാഭം കിട്ടും. ഓക്കെ. എൻ്റെ പേര് ബൈജു സുന്ദരൻ മട്ടന്നൂരാണ്. ഞാൻ റേഡിയോ മലബാറിലെ RJ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള, എന്താ പറയുക, ഒരുപാട് കൃഷി കൂട്ടായ്മകൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മുയ്യം എന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർ കൂട്ടായ്മയായിട്ടുള്ള കൃഷി നടത്തുകയും അത് സ്വന്തം തന്നെ വിപണനം ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് കർഷകന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു 4 പേര് ഇവിടെ ഉണ്ട് റേഡിയോ മലബാറിന്റെ സ്റ്റാഫായിട്ട്. സ്റ്റാഫ് കോഴ്സിന്റെ ഒരു കർഷക സദസ്സ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങളും അവർ ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ അതിനിടെ വരുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് കർഷകർ അവരുടെ, എന്താ പറയുക, അവര് നേടിയെടുത്ത ആ ഒരു ഫലങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് അരികിൽ ഒരുപാട് ആൾക്കാർ, കർഷകർ ഇങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച, ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വളരെ, എന്താ പറയുക, മനസ്സിന് കുളിർമ നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. കണ്ണത്താ ദൂരത്ത് നിൽക്കുന്ന പാടങ്ങളും അതുപോലെ തന്നെ നിരവധി ആൾക്കാർ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിങ്ങനെ പാടത്ത് ഇങ്ങനെ, എന്താ പറയുക, അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണനമാണ്. കാരണം മറ്റു നമ്മുടെ ഇടനിലക്കാരില്ലാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു, എന്താ പറയുക, കൂട്ടായ്മയായിട്ടുള്ള ഒരു സംരംഭം തന്നെ എന്ന് പറയാം. ഈ ഒരു മുയ്യം പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മള് തികച്ചും അവിചാരിതമായിട്ടാണ് നമ്മളെ സാറിന്റെ ഒരു മെസ്സേജ് കാണലും ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമാവാൻ ഇവിടെ എത്തിയത്. പക്ഷെ ഒരിക്കലും അത് നമുക്ക് വെറുതെ ആയിട്ടില്ല എന്നാണ് ഇപ്പൊ തിരിച്ചു പോകാൻ സമയത്ത് നമുക്ക് തോന്നിയത്. ഒരുപാട് അവരുടെ അനുഭവങ്ങൾ മാത്രല്ല, അവരെ മുഖത്ത് വിരിയുന്ന ആ ചിരി ഉണ്ടല്ലോ, ഈ ഇത്രയും അധ്വാനിച്ച് അത് വിപണനം ചെയ്ത് അവര് ഉണ്ടാക്കുന്ന ആ ക്യാഷ് അവർക്കത് ഒരു സമ്പാദ്യമായിട്ട് ഇപ്പോഴും ബാങ്കുകളിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ചിരി, അതൊക്കെയാണ് നമുക്കൊരു അത്ഭുതമായിട്ടും, അതുപോലെ നമുക്ക് ഈ ഒരു ഇവരുടെ ആ ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റ് കർഷകരിലേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയോ മലബാർ ഒരു നിമിത്തമാകുന്നത് ശരിക്കും ചാരിതാർത്ഥ്യമുണ്ട്. സന്തോഷം. താങ്ക് യു. ഇത് കുമ്പളം കൃഷിയാണ്. ഒരു നിശ്ചിത അകലത്തിൽ ഒരു ഏരിയയിൽ കുമ്പളം മാത്രം കൃഷി ചെയ്യുന്നു. ഇത് കോട്ടപ്പയറിന് മറ്റൊരു കൃഷി രീതിയാണ്. നേരത്തെ തണ്ണിമത്തൻ്റെ ചുറ്റിലുമാണ് നടത്തിയത്. ഇതിപ്പോൾ കോട്ടപ്പയറിന് മാത്രമായിട്ട് നടുക്ക് കെട്ടിയിട്ടുള്ളത് കയറാണ്, പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കെട്ടി, പിന്നെ സൈഡിൽ മരത്തിൻ്റെ തൂണ് വെച്ചുകൊണ്ട് വളരെ വിശാലമായ ഏരിയയിൽ കോട്ടപ്പയറുണ്ട്. ഇത് താലോരി പന്തൽ. ഇപ്പോൾ കോട്ടപ്പയറിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് താലോരി പന്തൽ, ഇങ്ങനെ സൈഡിൽ ഉടമരം
മരത്തിൻ്റെ കുറ്റി, സീമക്കൊന്നയുടെ കുറ്റിയെ നാട്ടി മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി വലിച്ചിട്ടാണ് താലൂർ കൃഷി ചെയ്യുന്നത്. നിങ്ങളെ പേര് പറയും. പേര് സൗജത്ത്. എത്ര ആളെ ഇത് തുടങ്ങിയിട്ട്? ഇതാ ഞാൻ എന്റെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പേ ഉള്ളതാണ്. ഉമ്മാന്റെ കൂടെ പോയിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ വീടെടുത്ത് നിന്നതിന് പിന്നെ 10-18 കൊല്ലം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നു. കൃഷി. ഞാനും ഭർത്താവും കൂടി ചെയ്യല്. എന്തെല്ലാമാണ് ഉണ്ടാവല്? ചീര, കൈപ്പക്ക, താലോരി, പടവലം, വെണ്ട, മത്തൻ, ഇളവൻ, കക്കിരി, വെള്ളരി, പ്രധാനമായിട്ടും എന്നാ ചീരനാ? ചീര, വണ്ടിയും ഒരുപാട് നടലുണ്ട്. ചീര ഇടവിളിയായിട്ടാണ് നടത്തുന്നത്. ചീര ഈ വണ്ടീന്റെ ഇടയിൽ ഇടും. എന്നിട്ട് വണ്ടി ആകുമ്പോഴേക്ക് ചീര നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇവിടെ വെള്ളം ഇടുന്നോ? വെള്ളം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അടിക്കല്, മോട്ടർ അടിച്ചിട്ട്. അതിൽ കനാൽ വഴി അടിക്കുന്നേ. കനാല് ഇറിഗേഷന്റെ ഇറിഗേഷന്റെ വകയാണ്. കൃഷിക്ക് നല്ല ലാഭമുണ്ട്. നമ്മൾ അതിനെ കൊണ്ട് തന്നെ ജീവിക്കുന്നു. കൃഷി അങ്ങനെയല്ലേ കൊണ്ടുപോയിട്ട് നല്ല ഇതാക്കി തരത്തുള്ളൂ. ഒരു കാലം തമിഴ്നാട്ടിൽ വെള്ളം കയറിയിട്ടേ എങ്ങനെ കിട്ടിയാലും ആവില്ല.